Dear students, in the previous class we were discussing about meaning and definition of entrepreneur and what are the important characteristics of an entrepreneur. Who is an entrepreneur? An entrepreneur is basically a businessman. In the capacity of a businessman, he brings together three factors of productions. They are land, labor and capital, and he organizes it. The two words entrepreneur and businessman can be used interchangeably, but there is some difference between these two terms. An entrepreneur is more than that a businessman. If a businessman brings some innovation to his activities and eyes on value addition to products or service, he is called a typical entrepreneur. എന്താണ് ഒരു ബിസിനസ്മാനും എൻട്രപ്രനറും തമ്മിലുള്ള വ്യത്യാസം? ഒരു ബിസിനസ്മാൻ ഇന്നൊവേഷനും അതേപോലെ വാല്യൂ അഡീഷനും കൂടി ചെയ്യുമ്പോഴാണ് അദ്ദേഹം ആരായിട്ട് മാറുന്നത്? ഒരു എൻട്രപ്രനറായിട്ട് മാറുന്നത്. A person who undertakes the risk of starting new business venture is called entrepreneur. An entrepreneur creates firms which aggregate capital and labor in order to produce goods or service for profit. Ultimate aim എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഫേം ക്രിയേറ്റ് ചെയ്യുകയും ക്യാപിറ്റൽ, ലേബർ പോലെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ entrepreneur എന്ന് പറയുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടൈപ്സ് ഓഫ് entrepreneur. Types of entrepreneur. Entrepreneurs are of different types. They may be classified in number of ways. There are so many types of entrepreneurs and they are classified on different basis. They are on the basis of type of business, on the basis of motivation, on the basis of stages of development. Classification given by Clarence Danhoff, commercial entrepreneurs, social entrepreneurs. ഇങ്ങനെ പല ബേസിസിലാണ് എൻ്റർപ്രണേഴ്സിന് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഓൺ ദിസ് ബേസിസ് എൻ്റർപ്രണേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 5. അതായത് ഓരോ എൻ്റർപ്രണേഴ്സും എൻഗേജ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവർ എൻഗേജ് ചെയ്തിരിക്കുന്ന, അണ്ടർടേക്ക് ചെയ്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റർപ്രണേഴ്സിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്ന എൻ്റർപ്രണേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബിസിനസ് എൻ്റർപ്രണർ. He is an individual who discovers an idea to start a business and then builds a new business to give birth to his idea. എന്താണ്? He is an individual who discovers an idea to start a business. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാക്കുകയും ആൻഡ് ദെൻ ബിൽഡ് എ ബിസിനസ് ടു ഗിവ് ബർത്ത് ടു ഹിസ് ഐഡിയ. അദ്ദേഹത്തിൻ്റെ ആ ഐഡിയയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കുകയും അതിന് രൂപം കൊടുക്കുകയും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ഐഡിയയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ട്രേഡിംഗ് എൻ്റർപ്രണർ. Trading entrepreneur is an entrepreneur who undertakes trading activity. ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. എന്താണ് ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ്, അല്ലേ? മാനുഫാക്ചേർഡ് ഗുഡ്സ് ബൾക്കായിട്ട് വാങ്ങുകയും അത് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. That means trading entrepreneur does not undertake manufacturing activity. അവർ എന്ത് ചെയ്യുന്നില്ല? ഗുഡ്സ് ആൻഡ് സർവീസ് മാനുഫാക്ചർ ചെയ്യുന്നില്ല. എവിടെ? മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുകയും അത് വിൽക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ട്രേഡിംഗ് entrepreneur എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇൻഡസ്ട്രിയൽ entrepreneur. Industrial entrepreneur is the entrepreneur who undertake manufacturing activities. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സ് ആണ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സിൻ്റെ അടുത്താണ്
ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, കോർപ്പറേറ്റ് ഓൺട്രപ്രണർ. ഹി ഈസ് എ പേഴ്സൺ who demonstrate his innovative skill in organizing and managing a corporate undertaking. ഒരു കമ്പനി പോലെയുള്ള വലിയൊരു ബിസിനസ് സ്ഥാപനം ഡെവലപ്പ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യാനുള്ള അത്രയും ഒരു ഇന്നോവേറ്റീവ് സ്കില്ലുള്ള ആ ഒരു സ്കില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഹി ഈസ് എ പേഴ്സൺ ഹു ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഇന്നോവേറ്റീവ് സ്കിൽ. എന്തിലാണ് ആ ഇന്നോവേറ്റീവ് സ്കില്ല് കാണിക്കുന്നത്? ഇൻ ദി ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് എ കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ്. ചെറിയ ചെറിയ ബിസിനസ് ഒന്നും ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ, ലാർജ് ജൈജാൻറ്റിക് ബിസിനസ്, കോർപ്പറേറ്റ് ബിസിനസ് നടത്തുന്ന ആളുകളെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. ദേ ആർ ഓൺട്രപ്രണേഴ്സ് ഹു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് raising and marketing of crops, fertilizers and other inputs of agriculture. അല്ലേ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ടൈപ്സ് ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബിസിനസ് ഓൺട്രപ്രണർ, ട്രേഡിംഗ് ഓൺട്രപ്രണർ, ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, കോർപ്പറേറ്റ് ഓൺട്രപ്രണർ ആൻഡ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. Then next base is classification on the basis of മോട്ടിവേഷൻ. ഓരോ എൻ്റർപ്രണേഴ്സിനും കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാൻ കിട്ടുന്ന മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൺട്രപ്രണർ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദീസ് ബേസിസ് ഓൺട്രപ്രണർ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 4. ദേ ആർ പ്യുവർ ഓൺട്രപ്രണർ, ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ, മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ ആൻഡ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ. First one, pure entrepreneur. Pure entrepreneur are those who are motivated by psychological and economic rewards. ഇവിടെ ഈ ഒരു പ്യൂർ ഓൺട്രപ്രണറെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ഇക്കണോമിക് റിവാർഡ്സ് ആണ്. ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ്, അതേപോലെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ്, ആ ഒരു റിവാർഡുകളൊക്കെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദേ അണ്ടർടേക്ക് ബിസിനസ് വെഞ്ചർ ഫോർ ദെയർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാറ്റസ് ആൻഡ് ഈഗോ ആൻഡ് ദേ ആർ ഗൈഡഡ് ബൈ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, ഈഗോയ്ക്ക് വേണ്ടിയിട്ട്, അതാണ് സൈക്കോളജിക്കൽ റിവാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ മോട്ടിവേറ്റഡ് ബൈ പ്രോഫിറ്റും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് ഇക്കണോമിക് റിവാർഡ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഓൺട്രപ്രണർ ആവുകയാണെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ. He is an entrepreneur who is induced to take up an entrepreneurial activity with a view to avail some benefit from the government. ഇവിടെ എന്താണ്? ഗവൺമെൻറ് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ബെനിഫിറ്റുകൾ, പല പല സബ്സിഡി ആയിട്ടും ബോണസായിട്ടും ഗ്രാൻഡായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രണർ ആയിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു ഓൺട്രപ്രണർ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്താണ്? ബെനിഫിറ്റ് ഫ്രം ദി ഗവൺമെൻറ്. ദ ബെനിഫിറ്റ്സ് ആർ ഇൻ ദ ഫോം ഓഫ് അസിസ്റ്റൻസ്, ഇൻസെൻറ്റീവ്സ്, സബ്സിഡീസ്, കൺസെഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? ഓൺട്രപ്രണർ ആവുന്നത്. തേർഡ് വൺ, മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ. These entrepreneurs are motivated by their desire to make use of their technical and professional expertise and skills. They are motivated by the desire for self-fulfillment. They are highly ambitious. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്, അതേപോലെ ടെക്നിക്കൽ സ്കില്ല് അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു യൂസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, ആ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്കില്ല്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ഒക്കെ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓൺട്രപ്രണർ ആവുന്ന വ്യക്തിയാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ സെൽഫ് ഫുൾഫിൽമെൻറ്റ് ഡിസയർ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സാറ്റിസ്ഫൈ ചെയ്യാൻ
ചെയ്യാൻ സാധിക്കും. ദെൻ അതാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ. അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്കില്ല്, പ്രൊഫഷണൽ സ്കില്ല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രണർ ആവുന്ന വ്യക്തി, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ, സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്. They are entrepreneurs with initiative, boldness and confidence in their ability. This motivates them to undertake entrepreneurial activity. അതായത് എല്ലാ കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറായിട്ടുള്ള, ബോൾഡായിട്ടുള്ള, കോൺഫിഡൻസ് ഉള്ള, അവരുടെ സ്വന്തം കഴിവിൽ കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിരിക്കും ഇങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഈ ഒരു ബോൾഡ്നെസ്സും ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവും അതേപോലെ തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസുമാണ് അവരൊരു ഓൺട്രപ്രണോറിയൽ ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങി വരാൻ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇങ്ങനെയാണ് മോട്ടിവേഷൻ്റെ ബേസിൽ ഓൺട്രപ്രണേഴ്സിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്യുവർ എൻ്റർപ്രണർ ആണ്, അവിടെ സൈക്കോളജിക്കൽ ആൻഡ് ഇക്കണോമിക് റിവാർഡാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ ആണ്, അവിടെ ഗവൺമെൻറ് നൽകുന്ന ബെനിഫിറ്റ് ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ ആണ്, അതായത് അവരുടെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ ആണ്, അവരുടെ ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. Then next classification is classification on the basis of stages of development. On this basis, entrepreneurs are mainly classified into three: first generation entrepreneur, modern entrepreneur and classical entrepreneur. First one, first generation entrepreneur. He is one who starts an industrial unit by means of his own innovative ideas and skill. He is essentially an innovator. ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ സ്വന്തം ഇന്നൊവേറ്റീവ് ഐഡിയാസ് കൊണ്ട് അല്ലെങ്കിൽ സ്കില്ല് കൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കുകയും അത് നല്ല രീതിയിൽ റൺ ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അവർക്ക് വേറെ ആരെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അവരുടെ പാരൻ്റ് ഒരു ബിസിനസ്മാൻ ആയിരിക്കില്ല, അവരവരുടെ സ്വന്തം ഐഡിയാസും സ്കിൽസും വെച്ചുകൊണ്ടാണ് ആരായി മാറുന്നത്, എൻ്റർപ്രണറായി മാറുന്നത്. ഹി അപ്ലൈസ് ടെക്നോളജി ആൻഡ് പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അവർ ഇന്നോവേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ, അവർ ടെക്നോളജി യൂസ് ചെയ്യുന്നു, അത് വെച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹി ഹാസ് നോ എൻട്രപ്രണോറിയൽ ബാക്ക്ഗ്രൗണ്ട്. ആ വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കില്ല, ഞാൻ പറഞ്ഞു, ഒരു എൻട്രപ്രണോറിയൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കില്ല. അവർ സ്വയം അവരുടെ സ്കില്ലും കഴിവും വെച്ചുകൊണ്ടാണ് അവരെന്തായത്, എൻട്രപ്രണർ ആവുന്നത്. അവരെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ എൻട്രപ്രണർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മോഡേൺ എൻട്രപ്രണർ. He is an entrepreneur who undertake those ventures which suit the modern marketing needs. അതായത് മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ്, നമുക്കറിയാം ഈ നീഡ്സ് ആൻഡ് വോൺസ് ഓരോ ദിവസം കഴിയുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഡേൺ നീഡ്സ് ആൻഡ് വോൺസിന് സ്യൂട്ടാവുന്ന രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഓൺട്രപ്രണറെയാണ് നമ്മൾ മോഡേൺ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. തേർഡ് വൺ, ക്ലാസിക്കൽ ഓൺട്രപ്രണർ. He is one who develops a self-supporting venture for the satisfaction of customers' needs. He does not undertake any innovation. എന്താ പറയുന്നത്, ഒരു വ്യക്തി കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെഞ്ചർ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വെഞ്ചർ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹം ഒരു പ്രത്യേകിച്ച് ഒരു ഇന്നോവേഷനൊന്നും, ക്ലാസിക്കൽ എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് ഒരു പഴയ രീതിയിലുള്ള ഓൺട്രപ്രണറാണ് നമ്മൾ ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അദ്ദേഹം മോഡേൺ നീഡ്സ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. ഹീ ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് ആൻഡ് ട്രഡീഷണൽ ഓൺട്രപ്രണർ. ഹീ ഈസ് ഓൾസോ കോൾഡ് ലൈഫ് ടൈമർ. അദ്ദേഹം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആയിരിക്കും. ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായി ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, വരുത്തുന്നില്ല. അദ്ദേഹത്തെ പറയുന്ന പേരാണ് ലൈഫ് ടൈമർ എന്നുകൂടി അദ്ദേഹത്തെ പറയുന്നുണ്ട്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഗീവൺ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. ദെൻ കൊമേഴ്സ്യൽ എൻ്റർപ്രണേഴ്സ്, സോഷ്യൽ എൻ്റർപ്രണേഴ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.